നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയെയും അതോടൊപ്പം തന്നെ ഭരണപരമായിട്ടുള്ള കാര്യക്ഷമതയും ചോദ്യം ചെയ്യുന്ന അതീവ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ദ്വാരപാലക പാളികൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കളുടെ അനധികൃത കൈമാറ്റം. ക്ഷേത്ര മാനുവൽ പ്രകാരം സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഈ അമൂല്യമായിട്ടുള്ള വസ്തുവകകൾ ഒരു പരികർമ്മി മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമെത്തുകയും അത് സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് എത്തിക്കുകയും ചെയ്ത ഈ ഗുരുതരമായിട്ടുള്ള സംഭവം അതീവ ഗൗരവത്തോടെയാണ് നീതിന്യായ വ്യവസ്ഥ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഈ വിഷയത്തിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തികളുടെ പങ്ക് ഇപ്പോൾ സംശയനിഴലിലാണ്. പത്മകുമാറിനെ പോലെയുള്ളവർ ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്നോ എന്ന ചോദ്യം ഉയരുമ്പോൾ കേസിന്റെ തുടക്കം മുതൽ തന്നെ ദേവസ്വം ഭരണസമിതിയിലെ ചിലരുടെ നിസ്സംഗതയും ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ തന്നെ ശ്രദ്ധേയമായിരുന്നു. ഇവിടെ ഈ പാളികൾ അത് അനധികൃതമായി കടത്താൻ പോറ്റിക്ക് ലഭിച്ച പിന്തുണയും അതിന് പിന്നിലെ ഉന്നതതല ബന്ധങ്ങളുമാണ് ഇപ്പോഴത്തെ അന്വേഷണങ്ങളുടെ എല്ലാം തന്നെ കേന്ദ്രബിന്ദു. ഈ വിഷയത്തിൽ ഏറ്റവും വിവാദമുയർത്തിയ ഒരു ഘടകം വിഗ്രഹപാളികൾ അത് നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ച് പൂജിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രത്തിൽ നിന്നും അനധികൃതമായിട്ട് പുറത്തെത്തിച്ച ഈ പുരാതന വസ്തുക്കൾ പല പ്രമുഖരെയും ഒഴിവാക്കി ജയറാമിന്റെ വീട്ടിലെത്തിയത് അത് പോറ്റിയും നടനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയർത്തുകയാണ്. ഈ സംഭവം പുറത്തറിയുന്നത് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ്. ഈ ഒരു വസ്തുത ജയറാം ഇത്രയും ഗുരുതരമായ ഒരു വിഷയം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപത്തിന് ഇപ്പോൾ ബലം നൽകുകയാണ്. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ദേവസ്വം നിയമങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ സാമാന്യമായ അറിവുണ്ടായിരിക്കെ പൊതുജനങ്ങളിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ക്ഷേത്ര വസ്തുക്കൾ അനധികൃതമായിട്ട് വീട്ടിലെത്തിക്കുമ്പോൾ ദേവസ്വം ബോർഡിനെയോ അധികാരികളെയോ അറിയിക്കാനുള്ള പൗരബോധം ജയറാം പ്രകടിപ്പിച്ചില്ല എന്ന വിമർശനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ കൈമാറ്റത്തിൽ ജയറാമിന് എന്തെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് അനുവദിച്ചത് എന്ന് കണ്ടെത്താനായിട്ട് അദ്ദേഹത്തെ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത് ഇവിടെ അത്യാവശ്യമാണ്. ശബരിമല ക്ഷേത്രത്തിലെ ഭരണപരവും ആചാരപരവുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുന്ന ശബരിമല മാനുവൽ പ്രകാരം ക്ഷേത്രത്തിന്റെ പുരാവസ്തുക്കളോ ദിവ്യവസ്തുക്കളോ സന്നിധാനത്തിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കർശനമായ രീതിയിൽ വിലക്കിയിട്ടുള്ളതാണ്. സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഒരു വിഗ്രഹമോ അതിൻ്റെ ഭാഗമോ അറ്റകുറ്റപ്പണിക്കോ ശുദ്ധീകരണത്തിനോ വിധേയമാക്കേണ്ടി വന്നാൽ ആ പ്രക്രിയ അത് സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണമെന്നാണ് നിയമം. ഈ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്ത്രിയുടെയും മറ്റു മേൽശാന്തിമാരുടെയും ഒക്കെ തന്നെ കീഴ്ശാന്തിമാരുടെയും ഒക്കെ തന്നെ നിരീക്ഷണത്തിൽ പോലും ഇല്ലാതെ ഒരു സാധാരണ പരികർമ്മിക്ക് എങ്ങനെയാണ് ഈ പാളികൾ കടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിച്ചത് എന്നത് ക്ഷേത്ര സംവിധാനത്തിലെ ക്ഷേത്ര സുരക്ഷാ സംവിധാനങ്ങളിലെയും ഭരണനിർവഹണത്തിലെയും ഒക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള പാളിച്ചകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ടെൻഡർ പോലും വിളിക്കാതെ വിഗ്രഹപാളികൾ മോഷ്ടിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്തി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണം ദേവസ്വം ബോർഡിലെ ഉന്നത തലത്തിൽ തന്നെയുള്ള ഒരു വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന കോടതിയുടെ നിരീക്ഷണത്തിന് ആക്കം കൂട്ടുകയാണ്. വിഗ്രഹകടത്തിന്റെ ഗൂഢാലോചനയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് വളരെ നിർണായകമായി ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ദേവസ്വം വിഷയങ്ങളിൽ തനിക്ക് വലിയ ചുമതലകൾ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ഇവിടെ വാദിച്ച് ഒഴിഞ്ഞു മാറുമ്പോൾ ഈ നടപടികളുമായി അല്ലെങ്കിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ചില ഫയലുകളിൽ വരവ് ചെലവ് കണക്കുകൾ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കണക്കുകൾ കൃത്യമായി പരിശോധിക്കാതെ ഗോ എഹെഡ് എന്ന് കുറിപ്പ് നൽകി അദ്ദേഹം പാസ്സാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവനകളുടെ ആധികാരികത ചോദ്യം ചെയ്യുകയാണ്. കൂടാതെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദുബായിലേക്ക് പലതവണ യാത്ര ചെയ്യാനും നാട്ടിൽ വലിയ മാളികകളും ഭൂസ്വത്തുക്കളുമൊക്കെ തന്നെ സമ്പാദിക്കാനും കഴിഞ്ഞത് ഈ കള്ളക്കടത്തിന് പിന്നിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളും ദേശാന്തര വ്യാപാരവുമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നുവെന്ന സംശയത്തിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയാണ്. ദേവസ്വം ബോർഡിന് തലപ്പത്തുള്ളവർ ഈ വസ്തുക്കൾ കള്ളക്കടത്തിലൂടെ വിറ്റ് പണം സമ്പാദിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം അത് ക്ഷേത്ര ഭരണത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുകയും പ്രതികൾ അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനകൾ സ്വാഭാവിക നീതിക്ക് എതിരാണ് എന്ന വാദവും ഉയർന്നിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ സാധാരണ ജയിലിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചതും മുൻ എം എൽ എ കൂടിയായിട്ടുള്ള പത്മകുമാറിനെ പോക്കറ്റടിക്കാരും മറ്റും കിടക്കുന്ന സബ് ജയിലിൽ അവിടെ നിന്ന് മാറ്റി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ശ്രമിച്ചതുമൊക്കെ തന്നെ ഈ വാദങ്ങൾക്ക് ശക്തി പകരുകയാണ്. നിയമത്തിന് മുന്നിൽ സാധാരണ പൗരനും ജനപ്രതിനിധിയും തുല്യരാണെന്നിരിക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾക്ക് മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസത്തെ തന്നെ ബാധിക്കുന്നതാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം ഉപയോഗിച്ച് ശിക്ഷിക്കപ്പെട്ട ശേഷവും സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ പ്രതികൾക്ക് സാധിക്കുന്നത് അത് കേസിന്റെ ഗതിയെയും പൊതുജനങ്ങളുടെ സംശയങ്ങളെയും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതാണ്. ഈ വിവാദങ്ങളെല്ലാം തന്നെ ശബരിമല ക്ഷേത്രത്തെയും അതിൻ്റെ ഭരണസമിതിയെയും പൂർണ്ണമായിട്ട് മലീമസമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ വിവാദങ്ങളെല്ലാം തന്നെ ശബരിമല ക്ഷേത്രത്തെയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭരണസമിതിയെയും ഒക്കെ തന്നെ പൂർണ്ണമായി മലീമസമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമലയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള തന്ത്രിയും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സ്വർണ്ണക്കടത്തിന്
കൂട്ടുനിന്നവരോ നിസ്സംഗത പാലിച്ചവരോ ആണ് എന്ന സത്യം ഭക്തസഹസ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരനെ പോലെ വിശ്വാസി അല്ലെങ്കിൽ പോലും ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുകയും ക്ഷേത്രകാര്യങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയും ചെയ്ത വ്യക്തികളെ സ്ഥാനഭ്രഷ്ടരാക്കിയത് ഇത്തരം കള്ളത്തരങ്ങളൊക്കെ തന്നെ മറച്ചുവെക്കാൻ വേണ്ടിയായിരുന്നുവെന്ന സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വിശ്വാസ്യത തകർന്ന ഈ ഒരു സാഹചര്യത്തിൽ പന്തള രാജവംശത്തിന്റെ പ്രതിപുരുഷനായിട്ട് കണക്കാക്കുന്ന അയ്യപ്പൻ തന്നെ ഈ വിഷയത്തിൽ ഒരു നിർണായക ഉത്തരം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ പവിത്രത സംരക്ഷിക്കുന്നതിനും ഭരണപരമായിട്ടുള്ള ശുദ്ധി ഉറപ്പുവരുത്തുന്നതിനുമൊക്കെയായിട്ട് ഇനിയെങ്കിലും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ വിഷയത്തിൽ അത്യന്താപേക്ഷിതമാണ്.